നിങ്ങളിപ്പോൾ ജീവിക്കുന്ന രീതി ദൈവത്തിന് പ്രസാദകരമാണോ? അതോ നിങ്ങൾ അറിയാതെ പോലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ചില സാധാരണ ശീലങ്ങൾ ഒരുപക്ഷെ നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും അവൻ്റെ അനുഗ്രഹങ്ങളെ നമ്മിൽ നിന്ന് അകറ്റുകയും ചെയ്തേക്കാം. ഇന്ന് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്ത, എന്നാൽ നമ്മളിൽ പലരും ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ സന്ദേശം ദയവായി ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കണ്ണാടി ആയിരിക്കാം. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ മാത്രമല്ല, നമ്മുടെ മനോഭാവങ്ങളും ശീലങ്ങളും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പുറമേക്ക് നല്ലവരായി കാണപ്പെട്ടേക്കാം, എന്നാൽ നമ്മുടെ ഉള്ളിലെ ചില ചിന്തകളും ശീലങ്ങളും ദൈവത്തിന് ഒട്ടും പ്രസാദകരമായിരിക്കില്ല. ദൈവം വെറുക്കുന്നത് നമ്മളെയല്ല, നമ്മുടെ പാപത്തെയും നമ്മെ അവനിൽ നിന്ന് അകറ്റുന്ന ശീലങ്ങളെയുമാണ്. കാരണം ആ ശീലങ്ങൾ അവസാനം നമ്മെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആത്മപരിശോധന നടത്താം. നമ്മുടെ ജീവിതത്തിൽ ഈ ശീലങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 1. ദൈവവചനത്തെ അവഗണിക്കുന്നത്. ദൈവത്തിന് അപ്രീതികരമായ ഒന്നാമത്തെ ശീലം അവിടുത്തെ വചനമായ ബൈബിളിനെ അവഗണിക്കുന്നതാണ്. ബൈബിൾ വെറുമൊരു പുസ്തകമല്ല, അത് നമ്മോടുള്ള ദൈവത്തിൻ്റെ സംസാരമാണ്. അവൻ്റെ നിർദ്ദേശങ്ങളാണ്. അവൻ്റെ ഹൃദയം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. എന്നാൽ എത്രയോ പേരാണ് അതിനെ ഉപയോഗശൂന്യമാക്കി വെച്ചിരിക്കുന്നത്. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം പൊടി തട്ടി എടുക്കുന്ന ഒന്നായി കാണുന്നത് ഹോസിയ 4:6. ദൈവം വിലപിക്കുന്നു, അറിവില്ലായ്മ നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. ഈ അറിവ് ലഭിക്കുന്നത് പ്രധാനമായും ദൈവ വചനത്തിലൂടെയാണ്. ദിവസവും മണിക്കൂറുകൾ സോഷ്യൽ മീഡിയയിലും സിനിമയിലും ഗെയിമിലും നമ്മൾ ചിലവഴിക്കുന്നു. എന്നാൽ ദൈവവചനം വായിക്കാനോ ധ്യാനിക്കാനോ പറയുമ്പോൾ നമുക്ക് സമയമില്ല, ക്ഷീണമാണ്, അല്ലെങ്കിൽ മൂഡില്ല. ഇത് എല്ലാ രോഗത്തിനുമുള്ള മരുന്ന് മുന്നിൽ ഇരുന്നിട്ടും അത് കഴിക്കാൻ മടിക്കുന്നത് പോലെയാണ്. യേശു തന്നെ ഓർമ്മിപ്പിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മത്തായി 4:4 ദൈവം ഇത് കാണുമ്പോൾ
വേദനിക്കുന്നു. അവൻ നമ്മെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല. അവൻ്റെ സത്യമില്ലാതെ ജീവിക്കുന്നതിൻ്റെ അപകടം അവൻ അറിയാവുന്നത് കൊണ്ടാണ്. ദൈവവചനം അവഗണിക്കുന്നത് അപകടത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ദൈവത്തിന് നേരെ തിരിയുന്നതിന് തുല്യമാണ്. നമ്മുടെ ആത്മാവിന് ഭക്ഷണം നൽകാതിരിക്കുമ്പോൾ പാപത്തിലും ആശയക്കുഴപ്പത്തിലും വീഴാൻ എളുപ്പമാകും. ഈ അവഗണന ദൈവത്തെ ദുഃഖിപ്പിക്കുക മാത്രമല്ല, അവനല്ലാതെ നമ്മൾ മറ്റെല്ലാത്തിനും പ്രാധാന്യം നൽകുന്നു എന്ന് കാണിക്കുമ്പോൾ അത് അവിടുത്തെ അപ്രീതിക്ക് കാരണമാകുന്നു. 2. പാപത്തെ നിസാരമായി കാണുന്നത്. ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ശീലം പാപത്തെ നിസാരമായി കാണുന്നതാണ്. ചെറിയൊരു നുണയല്ലേ ഇത്, എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതൊക്കെ ഇക്കാലത്ത് സാധാരണമാണ് എന്ന് പറഞ്ഞ് നമ്മൾ പാപത്തെ ന്യായീകരിക്കുന്നു. നുണകൾ, അഹങ്കാരത്തോടുള്ള നോട്ടം, ഏഷണി, അഹങ്കാരം ഇവയെല്ലാം നമ്മുടെ സംസ്കാരം സാധാരണ വൽക്കരിച്ചിരിക്കുന്നു. എന്നാൽ ദൈവം ഇതിനെ ഇങ്ങനെയല്ല കാണുന്നത്. റോമ 6:22 പറയുന്നു, പാപത്തിൻ്റെ വേതനം മരണമാണ്. അത് എത്ര ചെറുതാണെങ്കിലും അതിന് ആത്മീയ മരണത്തിലേക്ക് നയിക്കാൻ കഴിയും. നമ്മൾ തമാശയായി കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ആസ്വദിക്കുന്ന വിനോദങ്ങൾ ഒരുപക്ഷെ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പാപമായിരിക്കാം. ഇതിൻ്റെ അപകടം എന്തെന്നാൽ നമ്മൾ പാപത്തെ ന്യായീകരിക്കും തോറും നമ്മുടെ മനസാക്ഷി മരവിച്ചു പോകും. തെറ്റ് ചെയ്യുമ്പോൾ കുറ്റബോധം തോന്നാതാകും. പാപം സാധാരണമായി മാറും. എന്നാൽ മനസാക്ഷി മിണ്ടാതിരിക്കുന്നത് പാപത്തെ അപകടരഹിതമാക്കുന്നില്ല, മറിച്ച് കൂടുതൽ മാരകമാക്കുകയാണ് ചെയ്യുന്നത്. ഓരോ തവണ നമ്മൾ പാപത്തെ നിസാരമായി തള്ളിക്കളയുമ്പോഴും നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തേക്കാൾ ഉപരിയായി മത്സരത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. അത് ദൈവത്തിന് അപ്രീതികരമാണ്. കാരണം അതിൻ്റെ അവസാനം നാശമാണെന്ന് അവിടുത്തേക്ക് അറിയാം. 3. കാപട്യ ഭക്തി. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള ഒന്നാണ് കാപട്യ ഭക്തി. പുറമെ ഭക്തനായി അഭിനയിക്കുകയും എന്നാൽ രഹസ്യത്തിൽ പാപത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന 2 തരത്തിലുള്ള ജീവിതം യേശു ഇതിനെതിരെ വളരെ ശക്തമായി സംസാരിച്ചിരുന്നു. ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. മത്തായി 15:8. കാപട്യം അപകടമാണ്, കാരണം അത് വിശുദ്ധിയുടെ ഒരു മുഖംമൂടി അണിയുന്നു, എന്നാൽ ഹൃദയം മാറ്റമില്ലാതെ തുടരുന്നു. ഇവിടെ പറയുന്നത് നമ്മളിൽ നിന്ന് അറിയാതെ വരുന്ന വീഴ്ചകളെക്കുറിച്ചല്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ബലഹീനരാണ്, മറിച്ച് മനഃപൂർവം മറ്റുള്ളവരെയും ഒരുപക്ഷെ നമ്മളെ തന്നെയും കബളിപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ്.
പള്ളിയിൽ പോകുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ, വചനം പോസ്റ്റ് ചെയ്യുന്നത് ലൈക്കുകൾക്ക് വേണ്ടി, ചില വ്യക്തികളുടെ മുന്നിൽ മാത്രം നല്ലത് ചമയുക, എന്നാൽ ആരും കാണാത്തിടത്ത് ദൈവത്തിന് പ്രീതികരമല്ലാത്ത ജീവിതം നയിക്കുക. ദൈവത്തിന് വേണ്ടത് അഭിനയമല്ല, മറിച്ച് ആത്മാർത്ഥതയാണ്. നമ്മൾ ഈ മുഖംമൂടി അണിയുമ്പോൾ അത് ദൈവത്തിന് അപ്രീതികരമാകുന്നു. കാരണം ആത്മീയമായി കാണപ്പെടുന്നതിനാണ് ദൈവത്തോട് അടുത്തിരിക്കുന്നതിനേക്കാൾ നമ്മൾ വില കൽപ്പിക്കുന്നത് എന്ന് അത് കാണിക്കുന്നു. യേശു ഫരിസേയരെ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് വിളിച്ചത് ഓർക്കുക. മത്തായി 23:27. പുറമേ മനോഹരം, എന്നാൽ അകം ശൂന്യം. അതാണ് കാപട്യത്തിൻ്റെ അപകടം. 4. അഹങ്കാരവും സ്വന്തം കഴിവിലുള്ള ആശ്രയത്വവും. ദൈവം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയും എന്ന ഭാവം. സ്വർഗത്തിൽ നിന്ന് പിശാചിനെ താഴേക്ക് വിളിച്ചത് ഈ പാപമാണ്. ഇന്നും സ്വന്തം അറിവിലും ശക്തിയിലും സ്വന്തം പദ്ധതികളിലും ദൈവത്തേക്കാൾ കൂടുതൽ നാം ആശ്രയിക്കുമ്പോൾ മനുഷ്യൻ അതേ കെണിയിൽ വീഴുന്നു. സുഭാഷിതങ്ങൾ 16:18. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. അഹന്ത അധം പതനത്തിൻ്റെയും. അഹങ്കാരികളെ എതിർക്കുകയും എളിമ ഉള്ളവർക്ക് ദൈവം കൃപ നൽകുകയും ചെയ്യുന്നു. യാക്കോബ് 4:6. ഇന്നത്തെ ലോകം നമ്മോട് എപ്പോഴും പറയുന്നു, നിനക്ക് ശരി എന്ന് തോന്നുന്നത് ചെയ്യുക. നിനക്ക് ആരെയും ആവശ്യമില്ല. നീ തനിയെ ശക്തനാണ്, ശക്തയാണ് എന്നൊക്കെ. ഇത് കേൾക്കാൻ നല്ലതാണെങ്കിലും ഇത് ഒരു നുണയാണ്. നമ്മൾ സ്വയം നിർമ്മിതരാണെന്ന് എന്ന് വിശ്വസിക്കുന്ന നിമിഷം നമ്മൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിർത്തുന്നു. അവിടുത്തെ വഴി നടത്തിപ്പ് ഇപ്പോൾ തേടുന്നത് നിർത്തുന്നു. എല്ലാ വിജയവും നമ്മുടേത് മാത്രമാണെന്ന് എന്ന് കരുതുന്നു. അഹങ്കാരം അപകടമാണ്. കാരണം അത് ദൈവത്തിനായുള്ള നമ്മുടെ ആവശ്യകതയെ കാണാൻ കഴിയാത്ത വിധം നമ്മെ അന്ധരാക്കുന്നു. നമുക്ക് ദൈവത്തെ ആവശ്യമില്ലെന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സ്വയം ദൈവമായി പ്രഖ്യാപിക്കുകയാണ്. ആ മത്സരം ദൈവത്തിന് പ്രീതികരമല്ല. കാരണം അഹങ്കാരം എപ്പോഴും വീഴ്ചയിലേക്ക് നയിക്കുമെന്ന് അവിടുത്തേക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ 4 ശീലങ്ങൾ ദയവായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. പാപത്തെ നിസാരമായി കാണുന്നത്, കാപട്യ ഭക്തി, അഹങ്കാരം,